ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്ന് എളുപ്പത്തിലൊരു ഉച്ചയൂണ് റെഡിയാക്കാം. അപ്പോൾ ഇന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഉച്ചയൂണിന് മീനൊന്നും ഇല്ല. ആദ്യം തന്നെ നമുക്കൊരു പരിപ്പ് കറി ഉണ്ടാക്കാം. അതിനായിട്ട് പരിപ്പ് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചോറ് ഞാൻ നേരത്തെ തന്നെ കുക്കറിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഉച്ചയൂണിന് വേണ്ടിയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പരിപ്പ് കറിയാണിത്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളിയുടെ തൊലിയൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട്, എന്നിട്ടാണ് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നത്. തൊലി കളയണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഞാൻ അധികം തക്കാളി എടുക്കുമ്പോൾ തൊലി കളയാറുണ്ട്, അതിന് ഏത് കറിക്കായാലും. കാരണം ഇതിനൊക്കെ മരുന്നടിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ഇതുപോലെ തൊലി കളയുമ്പോൾ അതൊക്കെ കുറേയൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ തുവരപ്പരിപ്പാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 3 വിസിലടിക്കുന്നത് വരെ ഒന്ന് നമുക്ക് കുക്ക് ചെയ്യാം. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് 1/2 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് തരുതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതുപോലെ തരുതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാൻ. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ പരിപ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഓൾറെഡി ചേർത്ത് കൊടുത്തിരുന്നു, എന്നാലും ഇപ്പോൾ ഈ ഒരു വെള്ളവും അരപ്പൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഉപ്പ് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കത് നോക്കി ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ചുകൂടി ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഈ അരപ്പ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് പറിച്ചെടുത്ത കറിവേപ്പില ആയതുകൊണ്ട് തന്നെ തണ്ടോട് കൂടി അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ചേർത്ത് കൊടുത്ത അരപ്പും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കഷ്ണം സവാള ഇതുപോലെ എണ്ണയിൽ വറുത്തിടുന്നുണ്ട്. ഇതുപോലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത ശേഷം അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡിയായി. വളരെ എളുപ്പമാണ് ഈ ഒരു പരിപ്പ് കറി ഉണ്ടാക്കിയെടുക്കാൻ. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു വഴുതനങ്ങ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ വഴുതനങ്ങ നമ്മൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അധികം തിക്കായിട്ട് വേണ്ട, കുറച്ചൊന്ന് നേരിയതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇതുപോലെ റൗണ്ടായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അത് ഈ ഒരു തിക്നെസ്സിലാണ് നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്തെടുത്ത വഴുതനങ്ങ മുഴുവനായിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയാണ്. 1 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മസാല നമുക്ക് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കുക. ഇപ്പോൾ വഴുതനങ്ങ നമ്മൾ മസാലയൊക്കെ പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു നോൺ സ്റ്റിക്ക് പാനിൽ വെച്ച് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മസാല പുരട്ടി വെച്ചിരിക്കുന്ന വഴുതനങ്ങ നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ മീനൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ ഇതുപോലെ വഴുതനങ്ങ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് നമുക്ക് മീൻ ഫ്രൈ ചെയ്തതൊക്കെ കഴിക്കുന്നത് പോലൊരു ഫീൽ കിട്ടും. അപ്പോൾ ഒരു 3-4 മിനിറ്റ് നമ്മൾ ഇതിൻ്റെ ഒരു സൈഡ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് മറിച്ചിട്ട് കൊടുത്തും നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു മുട്ട പൊരിച്ചത് കൂടി ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു 1/2 കഷ്ണം സവാള ഇതുപോലെ അരിഞ്ഞെടുത്തത് ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്.
ഈ ഒരു പാത്രത്തിലാണ് നമ്മളിന്ന് മുട്ട ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചൊന്ന് പൊരിച്ചെടുക്കാം. ഇതുപോലെ അടച്ചു വെച്ച് പൊരിച്ചെടുക്കുമ്പോൾ മുട്ട കുറച്ചുകൂടി നന്നായിട്ടൊന്ന് പൊങ്ങി കിട്ടും. ഇതിപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള മുട്ടയാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത്. ഇനി ഈ ഒരു മുട്ട നമുക്ക് തിരിച്ചിട്ട് കൊടുത്തും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതൊക്കെ കണ്ടോ, ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ മുട്ട ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ കുറച്ച് കുഴിയുള്ളൊരു പാത്രത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി വരും. അപ്പോൾ അതാ മുട്ട പൊരിച്ചതും ഇവിടെ റെഡിയായി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഉച്ചയായി. ഇനി നമുക്ക് ഇതൊക്കെ കൂട്ടി ഒന്ന് ഊണ് കഴിക്കാം. അതിനായിട്ട് ഇതുപോലൊരു പ്ലേറ്റിലേക്ക് ഞാൻ ചോറൊന്ന് വിളമ്പിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മുട്ട പൊരിച്ചതും വഴുതനങ്ങ ഫ്രൈ ചെയ്തതും വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ വേറെ തോരനൊന്നും ഉണ്ടാക്കി എടുത്തിട്ടില്ല. ഈ ഒരു വഴുതനങ്ങ ഫ്രൈ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറെ തോരൻ്റെ ആവശ്യമൊന്നുമില്ല. ചോറ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുക്കറിലാണ് ഉണ്ടാക്കിയത്. ഇനി ചോറിലേക്ക് നമുക്ക് നല്ല ചൂട് പരിപ്പ് കറി കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കൂടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു മാങ്ങ അച്ചാർ ഉണ്ടായിരുന്നു, അതുകൂടി കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഉച്ചയൂണ് ഇവിടെ റെഡിയായി. ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.